നിങ്ങളുടെ റിലേഷൻഷിപ്പ് ടോക്സിക് ആണോ എന്നറിയാനുള്ള 10 വഴികൾ. അതിൽ ഒന്നാമത്തത്, നിങ്ങളുടെ ഉയർച്ചയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷങ്ങളിൽ ഒരു സന്തോഷവും ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ അസൂയയോടെ ഇരിക്കുക. അങ്ങനെ ഒരാളാണോ നിങ്ങളുടെ കൂടെ ഉള്ളത്, എന്നാൽ അത് ടോക്സിക് ആണ്. രണ്ടാമത്തെ കാര്യം, എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന ഒരാളാണോ കൂടെ ഉള്ളത്, എന്നാൽ അത് ടോക്സിക് ആണ്. മൂന്നാമത്തത്, നിങ്ങളെ എപ്പോഴും ഫോളോ ചെയ്യുന്ന ആളാണോ, നിങ്ങളെ എപ്പോഴും പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ആളാണോ, നിങ്ങൾ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, ആരോട് സംസാരിക്കുന്നു, ഇതെല്ലാം പിന്തുടരുന്ന ഒരാളാണോ നിങ്ങളുടെ കൂടെ ഉള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ അപ്ഡേറ്റ് കൊടുത്തുകൊണ്ടേ ഇരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണോ, എന്നാൽ അതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണ്. നാലാമത്തെ കാര്യം, ചെറിയൊരു കാര്യം പോലും പർവ്വതീകരിച്ച് വലിയ രീതിയിൽ കാണിക്കുന്ന ഒരാളാണോ കൂടെ ഉള്ളത്. നിങ്ങൾ ചെയ്യുന്ന ഒരു ചെറിയ മിസ്റ്റേക്ക് ആയിരിക്കാം, എന്നാൽ അതിനെ വലിയൊരു മിസ്റ്റേക്ക് ആക്കി കാണിക്കുന്ന ഒരാളാണോ കൂടെ ഉള്ളത്, ടോക്സിക് ആണ്. അഞ്ചാമത്തത്, ഡിസ്റെസ്പെക്ട്. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനം ഇഷ്ടമാണ്, അർഹിക്കുന്ന കാര്യമാണ്, എല്ലാവരും അത് ആഗ്രഹിക്കുന്ന കാര്യമാണ്. എന്നാൽ ഒരു പരസ്പര ബഹുമാനം ഇല്ലാതെയാണോ ആ റിലേഷൻഷിപ്പ് പോകുന്നത്, എന്നാൽ അത് ടോക്സിക് ആണ്. ആറാമത്തത്, പണം ദുരുപയോഗം ചെയ്യുക. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത, നിങ്ങൾക്ക് ഒരിക്കലും എടുക്കാൻ പറ്റാത്ത ഒരു ബാധ്യത ഉണ്ടാക്കി വെക്കുന്ന ആളാണോ നിങ്ങളുടെ കൂടെ ഉള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കുക, നിങ്ങളുടെ സ്വർണമോ അല്ലെങ്കിൽ വില പിടിച്ച സാധനങ്ങളെല്ലാം നിങ്ങൾ പോലും അറിയാതെ വിറ്റ് കാശാക്കുക. ഇങ്ങനെ ആരെങ്കിലും ആണോ കൂടെ ഉള്ളത്, അത് ടോക്സിക് ആണ്. ഏഴാമത്തെ കാര്യം, നിങ്ങളെ എപ്പോഴും സ്ട്രെസ്സിൽ നിർത്തുന്ന ഒരാളാണോ കൂടെ ഉള്ളത്. നിങ്ങൾ പണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്ത കാര്യങ്ങളായിരിക്കാം, പക്ഷെ ഇപ്പോൾ അത് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരു സ്ട്രെസ്സിന്റെ പുറത്ത് നിന്നാണോ ചെയ്യേണ്ടി വരുന്നത്, എന്നാൽ അതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണ്. എട്ടാമത്തത്, നിങ്ങൾ ഒരു കാര്യത്തിൽ കംഫർട്ടബിൾ അല്ല എന്ന് അറിയാമെങ്കിൽ പോലും ആ കാര്യം ചെയ്യാൻ നിർബന്ധിക്കുക. ഒരു വെക്കേഷൻ ഒരു സ്ഥലത്ത് പോകാൻ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും താല്പര്യമില്ലാത്ത സ്ഥലമായിരിക്കും, എന്നാൽ നിങ്ങളുടെ സമ്മതം ഇല്ലാതെ ആ സ്ഥലത്ത് പോകാൻ നിർബന്ധിക്കുക. നിങ്ങൾക്ക് ഒരു താല്പര്യമില്ലാത്തൊരു മൂവി ആയിരിക്കും, അതിന് പോകാൻ നിർബന്ധിക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഇഷ്ടമില്ലാത്തത് അതെല്ലാം നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരാളാണോ കൂടെ ഉള്ളത്, എന്നാൽ അത് ടോക്സിക് ആണ്. ഒൻപതാമത്തെ കാര്യം, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ശീലങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന നിങ്ങളുടെ ശീലങ്ങൾ ഇപ്പം പിന്തുടരാൻ പറ്റാതിരിക്കുക. നിങ്ങൾ രാവിലെ ഓടാൻ പോകുന്ന ആളായിരിക്കാം, ജിമ്മിൽ പോകുന്ന ആളായിരിക്കാം, മെഡിറ്റേഷൻ ചെയ്യുന്ന ആളായിരിക്കാം, യോഗ ചെയ്യുന്ന ആളായിരിക്കാം. ഇതൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിനൊന്നും ഒരു സ്പേസ് തരാതിരിക്കുക. ഇങ്ങനെ ഒരാളാണോ കൂടെ ഉള്ളത്, എന്നാൽ അത് ടോക്സിക് ആണ്. പത്താമത്തതും അവസാനത്തതുമായിട്ടുള്ള കാര്യം, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തൊക്കെ ശ്രമിച്ചാലും, ഒരുപക്ഷെ പരസ്പരം സംസാരിച്ചാവട്ടെ, അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് പോയിട്ടാവട്ടെ, സുഹൃത്തുക്കളോട് സംസാരിച്ചിട്ടാവട്ടെ, വീട്ടുകാരോട് സംസാരിച്ചിട്ടാവട്ടെ, എത്രയൊക്കെ നിങ്ങൾ ശ്രമിച്ചാൽ പോലും ഈ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കാത്ത ഒരു വ്യക്തിയാണോ, അല്ലെങ്കിൽ അതിനൊന്നും തയ്യാറാകാത്ത ഒരു വ്യക്തിയാണോ, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും പഴയ സിറ്റുവേഷനിൽ വരുന്ന അവസ്ഥയാണോ, എന്നാൽ അതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണ്. നമുക്കെല്ലാം ചെറിയൊരു ജീവിതവും എന്നാൽ വലിയ വലിയ സ്വപ്നങ്ങളും ഉള്ള ആൾക്കാരാണ്. ഒരു റിലേഷൻഷിപ്പിലാവുക എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ അതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്തു വരേണ്ടത് ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റി ആണ്. ഹാവ് എ ഗുഡ് ഡേ, സീ യു ലേറ്റർ.